നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ പലപ്പോഴും ഏത് കരിയർ ചൂസ് ചെയ്യണമെന്നുണ്ട്. പലരുടെ മുന്നിലും പലരിടത്തും കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ് +2 കഴിഞ്ഞിട്ട് ഏത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കരിയർ ഡിഗ്രിയോ ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല, ബികോമോ BBO BA അതല്ലെങ്കിൽ എന്ത് ചെയ്യണം എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡോ ഏത് ഫീൽഡ് വേണമെങ്കിലും എന്ത് ചെയ്യാം കുട്ടിക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ കോഴ്സിൽ നിങ്ങളുടെ എന്തോ ഒരു പാഷൻ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഏതോ ഒരു പാഷനുമായിട്ട് നമുക്ക് ആ കോഴ്സ് കണക്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു 5 ഇയേഴ്സിനുള്ളിൽ എന്ത് ചെയ്യാണ് +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥി എന്ത് ചെയ്യാണ് ഒരു 5 വർഷം ടൈമിനുള്ളിൽ എന്ത് ചെയ്യാണ് അവൻ്റെ പാഷനിലേക്ക് എത്താൻ ഈ കരിയർ അല്ലെങ്കിൽ ഈ കോഴ്സ് എന്നെ സഹായിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് ചൂസ് ചെയ്തോ. അതല്ലാതെ മറ്റ് പല സ്ഥാപനങ്ങളും പരസ്യം ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങളാരും പോയിട്ട് എന്ത് ചെയ്യണ്ട, ഒരു കോഴ്സും സെലക്ട് ചെയ്യേണ്ട. നിങ്ങളുടെ പാഷൻ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതല്ലേ. പാഷൻ തിരിച്ചറിയാനും ഓപ്ഷൻ ഉണ്ട്. പാഷൻ തിരിച്ചറിയാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 12 വർഷമായിട്ട് +2 വരെ പഠിച്ച വിദ്യാർത്ഥിയാണ്. നമുക്ക് എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്, നമുക്ക് എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ട്, നമുക്ക് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ട് എന്ന് നോക്കിയാൽ മതി. നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള കുട്ടിയാണ് ഞാനെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു മേഖലയിൽ ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നന്നായിട്ട് ടെക്നോളജി ഫുൾ ടൈം മൊബൈൽ അഡിക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാണ്, ടെക്നോളജി മേഖലയിൽ അല്ലെങ്കിൽ ടെക് ഫീൽഡിലേക്ക് എന്ത് ചെയ്യട്ടെ ആ കുട്ടി പോകട്ടെ. ഇനി അതല്ല, മനുഷ്യന്മാരോട് അത്രയും എന്ത് ചെയ്യാണ് സിമ്പതി എമ്പതി ആ ഒരു ഫീൽഡ് ആ ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന കുട്ടിയാണ്, അവന് ഡോക്ടറോ അല്ലെങ്കിൽ ആ മെഡിക്കൽ ഫീൽഡോ ചൂസ് ചെയ്യട്ടെ. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കരിയർ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ കരിയർ സെലക്ട് ചെയ്യാൻ. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റൈറ്റ് കരിയറിൽ എത്തുന്നത്.